ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ചെയ്യുന്ന വീഡിയോ +2 ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയുടെ ആൻസർ കീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു. എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ചില റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും പാസ്സാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ 24 മാർക്കിലേക്ക് എത്തിക്കാനും ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഒരു പ്രയാസമായിരിക്കും. എന്നാലും A+കാരുടെ എണ്ണം കൂടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്നാലും ഞാൻ അധികം പറയുന്നില്ല, ആൻസർ കീ പറയാം. കഴിയുന്നത് മുഴുവൻ ആൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസറിൻ്റെ ചില പോയിൻറ്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം കുറിഞ്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആണ്. വനനിബിഡ കുന്നിൻ പ്രദേശം അല്ലെങ്കിൽ ഹില്ലി ഫോറസ്റ്റ് റീജിയൻ. പിന്നെ പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്, ഡ്രൈ ലാൻഡാണ്. മരുതം നനവുള്ള സമതലങ്ങൾ, അതായത് വെറ്റ് പ്ലെയിൻസ്. അതുപോലെ നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്, കോസ്റ്റൽ സോൺ കേട്ടോ. ഇത് 5 തിണകളുണ്ടല്ലോ, അതാണ് സാധാരണ 5 തിണകളും വിശദമായിട്ട് ചോദിക്കാറാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഓൺവേർഡ് ക്വസ്റ്റ്യൻ, ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്നുള്ളതാണ്. ഖോജ മൊയ്നുദ്ദീൻ ചിശ്തി. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഏത് വിഭാഗത്തിലാണ് പത്മാവത് ഉൾപ്പെടുന്നത്? പത്മാവത് മാലിക് മുഹമ്മദ് ജയ്സി എഴുതിയ ബുക്കാണ്, പ്രേമകാവ്യാണ് കേട്ടോ. പ്രേം ആഖ്യാൻ പത്മാവത് എന്നാണ് പറയുക. ഓക്കെ. നാലാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ വീരശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടത് വചനങ്ങളാണ്. വചനാസ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, ഏത് പേരിലാണ് കബീറിൻ്റെ തല കീഴായ പദ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉലറ്റ് ബൻസി, ഓപ്ഷൻ സി. ഇനി കാലഗണനാക്രമത്തിൽ എഴുതാനുള്ളത് ആദ്യം വരുന്നത് കുണ്ടറ വിളംബരാണ്, അത് 1809. പിന്നെ വരിക കുറിച്യ കലാപം 1812. പിന്നെ ചാനാർ ലഹള 1859. പിന്നെ മലയാളി മെമ്മോറിയൽ 1891. ഇങ്ങനെയാണ് കാലഗണനാക്രമത്തിൽ എഴുതാനുള്ളത് വരുന്നത്. പിന്നെ മാപ്പ് വരുന്നത് ബുദ്ധനുമായി ബന്ധപ്പെട്ട സ്തൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. സാഞ്ചി മധ്യപ്രദേശിൽ അടയാളപ്പെടുത്തുക, അമരാവതി ആന്ധ്രാപ്രദേശ്, സാരാനാഥ് ഉത്തർപ്രദേശ്, ബോധഗയ ബീഹാർ എന്നിങ്ങനെ ഈ സ്റ്റേറ്റുകളിലാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി 2 മാർക്കിൻ്റെ ചോദ്യം നമ്മളെപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം, ലിഖിത തെളിവുകളുടെ പരിമിതികൾ, അതായത് മെൻഷൻ എനി 2 ലിമിറ്റേഷൻ ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്. അത് ഒരുപാടുണ്ട്, 2 എഴുതിയാൽ മതിയാവും. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതായത് ഡാമേജ്ഡ്. പിന്നെ വായിക്കാനുള്ള പ്രയാസം, അങ്ങനെയുള്ള അക്ഷരങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിഖിത തെളിവുകളുടെ പരിമിതികളിൽ ഉൾപ്പെടുത്താം. 9, അശോകൻ്റെ ധർമ്മനയം, ദ പോളിസി ഓഫ് അശോക ധർമ്മ. അത് ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ബഹുമാനിക്കുക, ആദരവ് കാണിക്കുക, പാവപ്പെട്ടവരോട് കരുണ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ അശോകൻ്റെ ധർമാസ് ഉണ്ടല്ലോ, അതാണ് എഴുതേണ്ടത്. പിന്നെ റെയർ ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ, പൗരസ്ത്യ സ്വച്ഛാധിപത്യങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കട്ടെ, കാരണം വേറെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട്. ഓക്കെ. പൗരസ്ത്യ സ്വച്ഛാധിപത്യം എന്ന് പറഞ്ഞാൽ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ബൈ മോണ്ടസ്ക്യൂ, ഫ്രഞ്ചുകാരനായ മോണ്ടസ്ക്യൂവിൻ്റെ ഒരു നിർവചനമാണ്. അതായത് ഭരണാധികാരികൾക്ക് പ്രജകളുടെ മേൽ ആധിപത്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഇതിട്ടത്. ബർണിയറുടെ ഇതനുസരിച്ച് ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ഇനി 11, ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിമത്ത സമ്പ്രദായത്തെ സംബന്ധിച്ച് 10 വിവരങ്ങളാണ് നമുക്ക് സഞ്ചാരികളുടെ വിവരങ്ങളിൽ ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നതെന്നാണ്. അപ്പോൾ ഒന്ന്, അടിമത്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അടിമകളെ ഉപയോഗിച്ച് ചാരപ്രവർത്തനം ചെയ്തിരുന്നു. അതുപോലെ വീട്ടുജോലികളൊക്കെ അടിമ സ്ത്രീകളെ വെച്ചാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ 2 പോയിൻറ്റ്സ് എങ്കിലും എഴുതി വെക്കുക കേട്ടോ. 12ാമത്തെ, വീരശൈവർ ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം അവർ ശിവനെയാണ് ആരാധിച്ചിരുന്നത്, ശിവലിംഗത്തെയാണ് ആരാധിച്ചിരുന്നത്, അതുകൊണ്ട് ആ പേരിൽ അവർ അറിയപ്പെടുന്നു. പിന്നെ അവരുടെ നാടോടി സന്യാസികൾ ജഗമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, അവരെ ആരാധിച്ചിരുന്നു. ഒക്കെ എഴുതാം കേട്ടോ. 13, മുഗൾ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാന ചെലവിനങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി വെൽഫെയറും അഡ്മിനിസ്ട്രേറ്റീവ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടിരുന്നത്. ഭരണപരമായ കാര്യങ്ങൾക്കുള്ള ചിലവും പിന്നെ കമ്മ്യൂണിറ്റി വെൽഫെയർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലവുകളൊക്കെയാണ് വരുന്നത്. 14, അത് റെയർ ക്വസ്റ്റ്യൻ ആട്ടോ. 13. ഇനി 14, ജമ ആൻഡ് ഹാസിൽ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കുന്ന നികുതിയും പിരിച്ചെടുക്കുന്ന നികുതിയും. ജമ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കുന്ന നികുതി, ഹാസിൽ എന്ന് പറഞ്ഞാൽ പിരിച്ചെടുക്കുന്ന നികുതി. 15, ജോട്ടേദാർ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ സമ്പന്ന കർഷകർ, റിച്ച് പെസൻസ് ഇൻ ദി വില്ലേജ്. 16ാമത്തെ ചോദ്യം, അഞ്ചാം റിപ്പോർട്ട് അറിയാലോ നിങ്ങൾക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ജമീന്ദാർമാരും ഇന്ത്യയിലെ കളക്ടർമാരും കർഷകരൊക്കെ ഒപ്പിട്ട് നൽകിയ 5ാമത്തെ റിപ്പോർട്ട്. അതിനു മുമ്പ് 4 റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്, 5ാമത്തെ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിലവർ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്.
1857 കലാപത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അടിച്ചമർത്തിയത്? നിയമ നടപടി സ്വീകരിച്ചിട്ട് ഒന്ന്, അതായത് അവർക്കെതിരെ കലാപകാരികൾക്കെതിരെ. രണ്ടാമത്തെ സൈനിക നടപടി സ്വീകരിച്ചിട്ട്. മൂന്നാമത്തെ നയതന്ത്രപരമായ ഡിപ്ലോമസി സ്വീകരിച്ചു. ഇങ്ങനെ 3 കാര്യങ്ങളിലൂടെയാണ് അത്. ഇനി 18 ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ. 3 മാർക്കിൻ്റെ ചോദ്യം, 3 പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കുക. വലത്തിൽ നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ചിത്രലിപിയാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുവരെ വായിക്കപ്പെട്ടിട്ടില്ല. നിഗൂഢ ലിപി എന്നൊക്കെ അറിയപ്പെടുന്നു. 19 മഹായാന ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ. മഹായാന ബുദ്ധമതം എന്ന് പറഞ്ഞാൽ അവർ സംസ്കൃത ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ബുദ്ധനെയും ബോധിസത്വന്മാരെയും ആരാധിച്ചിരുന്നു. മഹായാന എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ വാഹനം എന്നാണ് എന്നൊക്കെ എഴുതി വെക്കാം. 20 മുഗൾ പ്രവിശ്യാഭരണത്തിൻ്റെ സവിശേഷതകൾ. മുഗൾ പ്രവിശ്യ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. സുബ, സർക്കാർ, പർഗാന എന്ന് തിരിച്ചിട്ടുണ്ട്. സുബ ഭരിച്ചിരുന്നത് സുബേദാർ, സർക്കാർ ഭരിച്ചിരുന്നത് ഫൗജ്ദാർ. അതുപോലെ സുബ, സർക്കാർ, പർഗാന, അങ്ങനെ കാനുഗോ, ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഭരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണത്തെക്കുറിച്ചും ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെക്കാം. 21 ധർമ്മശാസ്ത്രങ്ങൾ സൂചിപ്പിച്ച 4 വർണ്ണങ്ങൾ, ജാതികൾ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോൾ അവരുടെ ജോലികൾ: ബ്രാഹ്മിൻസ് പൂജാരിമാരായിരുന്നു, ക്ഷത്രിയ യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു, വൈശ്യ കച്ചവടക്കാരായിരുന്നു, പിന്നെ ലാസ്റ്റത്തെ ശൂദ്ര അടിമപ്പണി ചെയ്യുന്ന ആളുകളായിരുന്നു. 22 ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ അൽബറൂണി എങ്ങനെയാണ് വിവരിച്ചത്? അതേ ഇന്ത്യ ജാതി വ്യവസ്ഥ ഇങ്ങനെ ഓരോരുത്തരെ തിരിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ തട്ടിൽ വരുന്നത് നൈറ്റുകളും രാജകുമാരന്മാരും, രണ്ടാമത്തെ തട്ടിൽ സന്യാസിമാർ, പുരോഹിതന്മാർ, മൂന്നാമത്തേതിൽ വൈദ്യന്മാരടങ്ങുന്ന വിഭാഗം, നാലാമത്തെ കർഷകരും അതുപോലെ ക്രാഫ്റ്റ്മാൻമാരും. ഇങ്ങനെയാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. 23 കൃഷ്ണദേവരായരുടെ സംഭാവനകൾ. കൃഷ്ണദേവരായർ നിർമ്മിച്ച 2 ക്ഷേത്രങ്ങൾ, വിത്താല ക്ഷേത്രം, അതുപോലെ ഹസാര രാമസ്വാമി ക്ഷേത്രം. അദ്ദേഹം നിർമ്മിച്ച 2 നഗരങ്ങൾ, അദ്ദേഹം നിർമ്മിച്ച നഗലപുരം എന്നറിയപ്പെടുന്നുണ്ട് സിറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകൾ, ഉഷാപരിണയം, അതുപോലെ അമുക്തമല്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ 24ാമത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന അമരനായക സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് അമര എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പ്രദേശം എന്നാണ്. അവിടെ നിലനിന്നിരുന്ന ഒരു സൈന്യത്തെ വിളിച്ചിരുന്ന പേരാണ് അമരനായക. അതായത് രാജാവ് ആവശ്യപ്പെടുമ്പോൾ സൈന്യത്തെ വിട്ടുകൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ അവർ രാജാക്കന്മാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള രീതിയിൽ അമരനായക സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാം. 25 ഇന്ത്യ വിഭജന സ്ത്രീകളെ ബാധിച്ചത്. സ്ത്രീകൾ കൂട്ടമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ആണ് കൂടുതൽ അപകടത്തിനിരയായത്. സ്ത്രീകളെ നാടുകടത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. 26 കരകൗശല നിർമ്മാണത്തിന് വേണ്ടി ഹാരപ്പൻ ജനത അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചത്. അവർ എന്താ പറയുക, പല സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ രാജസ്ഥാൻ കേത്രിക്കനിയിൽ നിന്ന്, അതുപോലെ ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് അവർ എവിടുന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നത്, അത് വെച്ചിട്ട് സെറ്റിൽമെൻറ്റ് തുടങ്ങിയിട്ടൊക്കെയാണ് അവർ ചെയ്തത്. 27 16 മഹാജനപദങ്ങളിൽ മഗധ ഒന്നാമതാവുള്ള കാരണം മഗധയിലെ ഇരുമ്പ് ഖനി, വനത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ആനകൾ, അതുപോലെ ഗംഗയും അതിൻ്റെ പോഷക നദികളും. ഗംഗയുടെ 2 തലസ്ഥാനങ്ങൾ, രാജഗൃഹം ആൻഡ് അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. 28ാമത്തെ ചോദ്യം ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് മുഗൾ ഭരണം നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ മുഗൾസിൻ്റെ നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ, ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച താജ്മഹൽ, അങ്ങനെയുള്ള നിർമ്മിതികൾ, അതുപോലെ അക്ബർ ചക്രവർത്തിയുടെ നിർമ്മിതികൾ, അവരുടെ തലസ്ഥാന നഗരങ്ങൾ, അവരുടെ ബുക്സ്, അക്ബർനാമ, ബാബർനാമ, അതൊക്കെ എഴുതാട്ടോ. ഇനി എസ്സേ നമ്മൾ പ്രതീക്ഷിച്ച എസ്സേ തന്നെയാണ് വന്നിട്ടുള്ളത്, വളരെ എളുപ്പമാണ്. അപ്പോൾ പാസ്സാകാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഈ 2 എസ്സേയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാവും. 29 ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ താഴെ പറയുന്ന സവിശേഷതകൾ. വലിയ കുളം. അപ്പോൾ നിങ്ങൾ അത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് കുറച്ച് എഴുതിയതിന് ശേഷം വലിയ കുളം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, കുളത്തിൻ്റെ സവിശേഷതകൾ, കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ, കുളത്തിനടുത്ത് കുളിമുറികൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള അഴുക്കുചാൽ സിസ്റ്റം, ഗാർഹിക വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹാരപ്പൻ ക്രാഫ്റ്റ് പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്, ഇഷ്ടികകൾ, കൺമണി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണല്ലോ. പിന്നെ 30ാമത്തെ ചോദ്യം, 1957 വിപ്ലവത്തെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക. കിംവദന്തികളും പ്രവചനങ്ങളും അവിടെ അതായത് പറഞ്ഞു പരത്തിയിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ, അത്. പിന്നെ നേതാക്കളും അതിൻ്റെ കേന്ദ്രങ്ങളും, ഓരോ നേതാക്കന്മാരും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, അവധിയിലെ കലാപം, ഈ 3 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. പിന്നെ 31ാമത്തെ എസ്സേ വളരെ ഈസിയാണ്. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു, എനിക്ക് തോന്നുന്നു ഫുൾ മാർക്ക് വാങ്ങാനും പ്രയാസമില്ല, അത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മോഡലിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്ന് വേണേൽ മനസ്സിലാക്കാം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഡിയർ സ്റ്റുഡൻസ്. ഒരുപാട് സന്തോഷം, കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് നല്ല കമൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചാപ്റ്ററൊക്കെ കണ്ട് വീഡിയോ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തുടർന്നുമുള്ള എക്സാമിന് ചാപ്റ്ററുകൾ ഇതിലുണ്ടാവും, വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.